അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഹക്കീം അസ്ഹരി എന്ന ഇന്റർനാഷണൽ ബിസിനസ്മാൻ അദ്ദേഹത്തിന്റെ ബിസിനസ് സ്ഥാപനത്തിന്റെ പബ്ലിസിറ്റിക്ക് വേണ്ടി പറഞ്ഞു വെച്ച ഒരു വിഷയം, അബ്ദുൽ നാസർ എന്ന ഐഡിയയിലുള്ള ഫേസ്ബുക്കിലൊക്കെ ആളുകൾക്കൊക്കെ പരിചയമുള്ള ഒരാൾ അത് വീഡിയോ എടുത്ത് പുറത്തുവിട്ടു. മരിച്ചുപോയവർ ആരുണ്ടോ? വിഷമിക്കണ്ട. മരിച്ചോലെ എണീപ്പിക്കുന്ന ഒരു സ്ഥാപനം തുറന്നുകൊണ്ട് നമുക്ക് അതിനെ കുറിച്ചൊന്ന് പഠിക്കാം. ഇന്നിപ്പോ മർക്കസ് നോളജ് സിറ്റിയിൽ കേരളത്തിലെ ആദ്യത്തെ യുനാനി മെഡിക്കൽ കോളേജ് തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യയിൽ 50 മെഡിക്കൽ കോളേജ് ഉണ്ട്. മാറാത്ത രോഗികൾ അവിടെ വന്ന് ചികിത്സിച്ച് മാറിപ്പോകുന്നു. മരിച്ച മനുഷ്യനെ എഴുന്നേൽപ്പിച്ചത് ഞാൻ കണ്ടു. എങ്ങനെയുണ്ട്? ഏത് രോഗത്തിനും അവിടെ ചികിത്സ ഉണ്ടായാലോ, ഏത് രോഗം മാറുമല്ലോ. പിന്നെ പറയണത് എന്താ? മരിച്ച മനുഷ്യനെ എണീപ്പിക്കണ വരെ കണ്ടുകണ്. എന്നാ പിന്നെ രോഗം മാറ്റാൻ നിൽക്കണോ? മരിച്ചതിൻ്റെ ശേഷം പിന്നെ അവിടെ പോയി എണീപ്പിച്ചാൽ പോരെ? വല്ലാത്ത യാതിക്കവുമ്പോളോ. അത് പിന്നീട് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചു. അതോടെ സമസ്ത സൈബർ പോരാളികളായ തക്ബീർ തൊഴിലാളികളായ കുഞ്ഞാടുകളൊക്കെ തെറിവിളികളും കുറുവടികളും ഒക്കെയായി രംഗത്ത് വന്നു. പല മുസ്ലിയാക്കന്മാരും വഹാബികൾ കട്ടുമുറിച്ചിറക്കിയ വീഡിയോ ക്ലിപ്പുമായി വന്നാണ് ഹക്കീം ഉസ്താദിനെതിരെ ഈ കാക്ക കള്ളപ്രചരണം നടത്തുന്നത് എന്ന രീതിയിലുള്ള സംസാരങ്ങളും ഒക്കെ നടത്തുന്നതായി കണ്ടു. അപ്പോൾ ഈ വീഡിയോ ക്ലിപ്പ് കട്ടുമുറിച്ചിറക്കിയത് ഒരു വഹാബിയാണ് എന്നുള്ള ആരോപണം പരിശോധിക്കുമ്പോൾ ആ വീഡിയോ ക്ലിപ്പിന്റെ മുകളിൽ കാണുന്ന ഒരു പേരുണ്ട്, നിഷാദ് മുണ്ടേരി. ഒരുവിധം എല്ലാവർക്കും അറിയാം, സമസ്ത കുബൂരി പുരോഹിതന്മാർ പാമര ജനതയെ പറ്റിക്കാൻ വേണ്ടി ഇസ്ലാമിന്റെ ലേബലിൽ കറാമത്തിന്റെ സ്റ്റിക്കർ ഒട്ടിച്ച് കള്ളക്കഥകൾ നിരന്തരം പറയുമ്പോൾ അതൊക്കെ പിടികൂടി പുറത്തിറക്കി സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാട്ടുക എന്നുള്ള ഒരു പരിപാടിയാണ് നിഷാദ് മുണ്ടേരി നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമസ്ത കുബൂരികൾക്ക് നിഷാദ് മുണ്ടേരിയെ കണ്ണെടുത്താൽ കണ്ടുകൂടാ എന്നുള്ളത് നിഷാദിന്റെ ഫേസ്ബുക്ക് ഐഡി ഒക്കെ നോക്കുന്ന ആളുകൾക്കൊക്കെ അറിയാം. പല പേജുകളും പൂട്ടിക്കെട്ടേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ ടെലിഗ്രാമിൽ കറാമത്ത് ചൂഷണം എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായ ഒരു പേജിലേക്ക് പോകുവാനും അവിടെ മുസ്ലിയാക്കന്മാർ സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞു വെച്ച കറാമത്തുകളുടെ ഒരു വലിയ ശേഖരം തന്നെ കാണാനും സാധിക്കും. അതൊക്കെ നിഷാദ് മുണ്ടേരി പുറത്തുവിട്ടതാണ്. നിഷാദ് മുണ്ടേരി പുറത്തുവിട്ട വീഡിയോ ക്ലിപ്പിന്റെ ഏതാനും ഭാഗങ്ങൾ കാണിച്ചുകൊണ്ടാണ് അബ്ദുൽ നാസർക്ക് സംസാരിച്ചത് എങ്കിൽ അതിന്റെ ബാക്കി കൂടി നിഷാദ് മുണ്ടേരിയുടെ വീഡിയോ ക്ലിപ്പിലുണ്ട്. അത് കാണിച്ചുകൊണ്ടാണ് അബ്ദുൽ നാസർക്കെതിരെ മുസ്ലിയാക്കന്മാരും വീഡിയോ ഇറക്കിയിട്ടുള്ളത്. ഇന്നിപ്പോ മർക്കസ് നോളജ് സിറ്റിയിൽ കേരളത്തിലെ ആദ്യത്തെ യുനാനി മെഡിക്കൽ കോളേജ് തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യയിൽ 50 മെഡിക്കൽ കോളേജ് ഉണ്ട്. മാറാത്ത രോഗികൾ അവിടെ വന്ന് ചികിത്സിച്ച് മാറിപ്പോകുന്നു. അദ്ദേഹത്തിന്റെ ആ ഒരു സംസാരത്തിന്റെ തുടക്കം തന്നെ നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാകും. കേരളത്തിലെ ആദ്യത്തെ യുനാനി മെഡിക്കൽ കോളേജാണ് മർക്കസിൽ തുടങ്ങിയിട്ടുള്ളത്. ഇന്ത്യയിൽ ഒട്ടാകെ 50ഓളം മെഡിക്കൽ കോളേജുകൾ ഉണ്ട്. മാറാത്ത രോഗങ്ങൾ അവിടെ നിന്ന് മാറുന്നുണ്ട്. പിന്നെ എന്താണ്? മരിച്ച മനുഷ്യനെ എഴുന്നേൽപ്പിച്ചത് ഞാൻ കണ്ടു. മരിച്ച മനുഷ്യനെ എഴുന്നേൽപ്പിച്ചത് ഹക്കീം അസ്ഹരി കണ്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇവിടം വരെ കാണിച്ചത് കൊണ്ടാണ് മുസ്ലിയാക്കന്മാർക്ക് വല്ലാത്ത കലിപ്പിറങ്ങിയത്. അതിന്റെ ബാക്കി കൂടി ഉണ്ട് എന്നാണ് പിന്നെ മുസ്ലിയാക്കന്മാരുടെ വാദം. വഹാബികൾ ഇറക്കിയ വീഡിയോ ക്ലിപ്പിന്റെ ബാക്കി കാണിച്ചുകൊണ്ടാണ് മുസ്ലിയാക്കന്മാർ ഇത് പ്രചരിപ്പിക്കുന്നത് എന്നുള്ളതാണ് ബഹുരസം. റൂഹ് മാത്രം ബാക്കിയുണ്ട്, ബാക്കിയൊക്കെ മരിച്ചു പോയിട്ടുണ്ട്. റൂഹ് മാത്രം ബാക്കിയുണ്ട്, ബാക്കിയൊക്കെ മരിച്ചു പോയിട്ടുണ്ട് എന്നാ പറയുന്നത്. അതായത് ശരീരം പൂർണ്ണമായും മരണപ്പെട്ടിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന് റൂഹ് എവിടെയുണ്ട്, ആത്മാവ് എവിടെയുണ്ട്, ബാക്കിയൊക്കെ മരണപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു മരണമുണ്ടോ എന്നുള്ളത് ഇസ്ലാമികപരമായി പറയാൻ പറ്റുമോ എന്നുള്ളതൊക്കെ മുസ്ലിയാക്കന്മാർ തന്നെ പറഞ്ഞു തരിക. ഹോസ്പിറ്റലിലേക്ക് ഈ അലോപ്പതി മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി വെന്റിലേറ്ററിലിട്ടു. ഡോക്ടർമാർ പറഞ്ഞു 2 ദിവസമേ നിൽക്കുള്ളൂ. അങ്ങനെ യുനാനി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ചികിത്സിച്ചു. 1 മാസമായപ്പോൾ മെല്ലെ കയ്യും കാലൊക്കെ അനക്കാൻ തുടങ്ങി. 3 മാസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം അയാൾ ഇങ്ങനെ കോണി കയറി പോകുന്നത് എനിക്ക് കാണാൻ കഴിഞ്ഞു. അതായത് അദ്ദേഹം കോമയിലോ മറ്റോ ആയതാണ്. അങ്ങനെയുള്ള ഒരു മനുഷ്യനെ കുറിച്ചാണ് ശരീരം പൂർണ്ണമായും മരണപ്പെട്ടു എന്ന് ഹക്കീം അസ്ഹരി പറഞ്ഞത്. പിന്നെ പറയുന്നത് എന്താണ്? അദ്ദേഹം ഘട്ടം ഘട്ടമായി മാറിയിട്ടുണ്ട്. ചിലപ്പോൾ അങ്ങനെ ചികിത്സാപരമായി അങ്ങനെ മാറി വന്നിട്ടുണ്ടാകാം. പക്ഷെ ഇദ്ദേഹം അത് പറയുന്നത് എന്തിനു വേണ്ടിയാണ്? ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ്. ഇത് കാണിച്ചുകൊണ്ടാണ് അബ്ദുൽ നാസർക്ക് ഹക്കീം ഉസ്താദിന്റെ പേരിൽ പച്ചക്കളവുകൾ വഹാബികൾ കട്ടുമുറിച്ച ക്ലിപ്പ് കാണിച്ചുകൊണ്ട് പ്രചരിപ്പിക്കുന്നത് എന്ന രീതിയിൽ മുസ്ലിയാക്കന്മാർ കുറുവടിയും തെറിവിളികളും ഒക്കെയായി രംഗത്ത് വന്നുകൊണ്ട് സംസാരിച്ചു വെച്ചിട്ടുള്ളത്. പിന്നീട് അതിനും മറുപടിയായി നാസർക്ക് വീണ്ടും വന്നതായൊക്കെ കണ്ടു. ഇവിടെ ഹക്കീം അസ്ഹരി എന്ന ഇന്റർനാഷണൽ ബിസിനസ്മാൻ അദ്ദേഹത്തിന്റെ ബിസിനസ് സ്ഥാപനത്തിന്റെ പബ്ലിസിറ്റിക്ക് വേണ്ടി പറഞ്ഞു വെച്ചത് എന്താണോ ആ പറഞ്ഞു വെച്ച കാര്യത്തിൽ ഈ പറയപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അദ്ദേഹം പറഞ്ഞ കാര്യം ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നതാണ് വിഷയം. അപ്പോൾ വഹാബികൾ കട്ടുമുറിച്ച് തെറ്റിദ്ധരിപ്പിച്ചതാണ് എന്നുള്ള വാദം ഇവിടെ തകരുകയാണ്. അതിന്റെ പൂർണ്ണ രൂപം അതിൽ തന്നെയുണ്ട്. ആ പറയപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഹക്കീം അസ്ഹരി പറഞ്ഞതുമാണ്. അങ്ങനെ പറയാൻ വേണ്ടി പാടുണ്ടോ എന്നുള്ളത് മുസ്ലിയാക്കന്മാർ പറയുക. പിന്നെ മുസ്ലിയാക്കന്മാർ സാധാരണയായി ജാറ വ്യവസായ കേന്ദ്രവുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ പല മഹാന്മാരുടെ കറാമത്താണെന്ന പേരിൽ സമൂഹത്തെ വഞ്ചിക്കാനും പലതും പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിലൊക്കെ ഈ രീതിയിൽ
മരണപ്പെട്ടു പോയ ആളുകളൊക്കെ ജീവിപ്പിച്ച കഥകൾ തന്നെ പറയുന്നുണ്ട്. ഇനി എന്റെ ഈ വീഡിയോ നാസർക്ക് കാണുകയാണെങ്കിൽ നാസർക്ക നിങ്ങൾക്ക് കുറച്ചും കൂടി ഞാൻ വീഡിയോ കാണിച്ചു തരാം. മുസ്ലിയാക്കന്മാർ സമൂഹത്തിന്റെ മുന്നിൽ കറാമത്തിന്റെ സ്റ്റിക്കർ ഒട്ടിച്ച് പറഞ്ഞു വെച്ച മരിച്ചവരെ ജീവിപ്പിക്കുന്ന കുറെ കഥകളുണ്ട്. നമുക്കാദ്യം ഇന്റർനാഷണൽ ബിസിനസ്സുകാരനായ ഹക്കീം അസ്ഹരിയുടെ പിതാവ് തന്നെ പറയുന്നത് കാണാം. ഞങ്ങളുടെ കുടുംബത്തിൽ എൻ്റെ ഭാര്യയുടെ അനുജത്തിയെ മാരെ കെട്ടിയ ഭർത്താക്കന്മാർക്കും ഞങ്ങൾക്കെല്ലാവർക്കും ഒരു വലിയ വിഷമമുണ്ടായി. സിഹ്ർ കൊണ്ട് സഹിക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നു ഒരിക്കൽ. അപ്പോൾ സയ്യിദ് സിറാജുദ്ദീൻ തങ്ങളുടെ പേരിൽ ദിക്ർ വെച്ചു. അപ്പോൾ അകത്തുണ്ടായിരുന്ന ഒരു സ്ത്രീ ബോധം കെട്ടുപോവുകയും അങ്ങനെ ആ സ്ത്രീയുടെ വയറ് വീർത്ത് ശ്വാസം കിട്ടാതെയായി മരിച്ചു എന്ന് ഏകദേശം കണക്കാക്കിയപ്പോൾ ഇവിടെ നേർക്ക് നേരെയുള്ള അനുഭവമാണ് പറയുന്നത്. ആര്? കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. അതായത് നിങ്ങളുടെ ഔലിയ പറയുന്ന കഥയാണ്. ഇവിടെ മരണം ഏതാണ്ട് ഏറെക്കുറെ ഉറപ്പാക്കിയിട്ടുണ്ട്. ഇനിയാണ് അങ്ങോട്ടേക്ക് ട്വിസ്റ്റ് നടക്കാൻ വേണ്ടി പോകുന്നത്. EK മുഹമ്മദ് ദാരിമി നവർ അള്ളാഹു മർക്കദഹു അദ്ദേഹം ഉണ്ടായിരുന്നു അവിടെ. എൻ്റെ ഭാര്യൻ്റെ അനുജത്തിന് കെട്ടിയ ആളാണ് അദ്ദേഹം. അന്നേർക്ക് അദ്ദേഹം ഉണ്ടായിരുന്നു അവിടെ. മൂപ്പര് പറഞ്ഞ് ഇനി അയിലക്കാട് കൊണ്ടുപോകല്ലാതെ നിവൃത്തിയില്ല. മരണപ്പെട്ടു എന്ന് ഏറെക്കുറെ ഉറപ്പിച്ച ആ സ്ത്രീയുടെ ബോഡിയുമായി ഈ കാന്തപുരത്തിന്റെ അനിയൻ പുതിയാപ്പിള പറഞ്ഞു അയിലക്കാടേക്ക് കൊണ്ടുപോകാം. അങ്ങനെ അയിലക്കാടേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യമാണ് ഇനി നമ്മൾ കേൾക്കാൻ വേണ്ടി പോകുന്നത്. അയിലക്കാട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഒരു കാറെടുത്ത് അതിൽ കയറ്റി താമരശ്ശേരി എത്തുമ്പോഴേക്ക് കാറിൻ്റെ 3 ടയറും പൊട്ടിപ്പോയി. താമരശ്ശേരി എത്തുമ്പോഴേക്കും കാറിന്റെ 3 ടയറും ഒന്നിച്ചങ്ങോട്ട് പൊട്ടിപ്പോയി. അവിടുന്ന് വേറെ കാറെടുത്ത് കോഴിക്കോട്ടെത്തുമ്പോൾ അതിൻ്റെ ടയറും പൊട്ടിപ്പോയി. കോഴിക്കോട് എത്തുമ്പോൾ വീണ്ടും ടയർ പൊട്ടിയിരിക്കുകയാണ്. നിങ്ങൾ നോക്കണം, ആദ്യം 3 ടയർ പൊട്ടി, പിന്നീട് എണ്ണം പറയുന്നില്ല, ടയർ ഏതായാലും പൊട്ടിയിട്ടുണ്ട്. അതിനുള്ളിൽ ആരാണുള്ളത്? കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ എന്ന ഔലിയ വരെയുള്ള വണ്ടിയുടെ ടയറാണ് ഈ പൊട്ടിക്കൊണ്ടിരിക്കുന്നത്. ചിറ്റടിമീത്തൽ അബൂബക്കർ മുസ്ലിയാരുടെ നിയന്ത്രണത്തിലുള്ള കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ വാഹനത്തിന്റെ ടയറുകളാണ് പൊട്ടിക്കൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, നിങ്ങൾ ഗൗരവത്തോടെ അത് ആലോചിക്കേണ്ടതാണ്, ചിന്തിക്കേണ്ടതാണ്, ശ്രദ്ധ വിട്ടുപോകരുത്. ബാക്കി കൂടി പറയട്ടെ. മൂന്നാമത്തെ ഒരു കാറെടുത്ത് എങ്ങനെയോ അവിടെ എത്തുന്നു. 3ാമത്തെ കാറെടുത്ത് എങ്ങനെയൊക്കെയോ എത്തുകയാണ്. ചിലപ്പോൾ ചിറ്റടിമീത്തൽ അബൂബക്കർ മുസ്ലിയാരുടെ നിയന്ത്രണത്തിലായിരിക്കും കാറ് പോയിട്ടുണ്ടാകുക. എടപ്പാൾ അങ്ങാടിയിലെത്തിയപ്പോൾ ഒരു 100 നായകളുണ്ട് അവിടെ. എടപ്പാളങ്ങാടിയിലെത്തിയപ്പോൾ മഹാനവറുകളുടെ കാറിന് ചുറ്റും 100ഓളം നായകൾ ചുറ്റും കൂടി നിൽക്കുകയാണ്, തടഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ ആലോചിക്കണം, കൃത്യമായ എണ്ണം പോലും നമ്മുടെ ബഹുമാനപ്പെട്ട അവറുകൾക്ക് കിട്ടിയിട്ടുണ്ട്. ചിറ്റടിമീത്തൽ അബൂബക്കർ മുസ്ലിയാർ വഹിയിൽ പറഞ്ഞു കൊടുത്തതായിരിക്കാം. പോകാൻ സമ്മതിക്കാതെ എങ്ങനെയോ അത് തട്ടിച്ച് അങ്ങോട്ട് പോയി. 100ഓളം നായകൾ പോകാൻ സമ്മതിക്കാതെ അവിടെ തടഞ്ഞു വെച്ചു. അവരെ തട്ടിച്ച് അങ്ങനെ പോയി, എങ്ങനെയൊക്കെയോ പോയി. ഈ പെണ്ണ് ഹയാത്തായി. മരിച്ച പെണ്ണ് അപ്പോൾ ഹയാത്തായി. ഈ 100ഓളം നായകളിൽ എങ്ങനെയല്ലോ തട്ടിച്ച് അങ്ങനെ പോകുന്ന സമയത്ത് പെട്ടെന്ന് ഈ പറഞ്ഞ മരണപ്പെട്ട പെണ്ണ് ഹയാത്തായി എന്നാ പറയുന്നത്, ജീവൻ വെച്ചു എന്നാ പറയുന്നത്. എന്തോ മരിച്ചു എന്ന് പറയാം. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് പെണ്ണിനെ മക്ബറയിലിട്ടിട്ട് അടച്ച്. എന്തെങ്കിലും മനസ്സിലായ? മക്ബറയിൽ കൊണ്ടുപോയി അടച്ചു എന്നാ പറയുന്നത്. അതിനൊന്ന് ഒരു വിശദീകരണം ഏതെങ്കിലും മുസ്ലിയാക്കന്മാർ ഒന്ന് നീട്ടി പരത്തി ഒന്ന് പറഞ്ഞു തരണം. ഞങ്ങൾ പുറത്ത് കാത്തുനിന്ന് സുബ്ഹാന ജല്ല ജലാലുഹു. ഉസ്താദ് വല്ലാഹി എന്ന് പറഞ്ഞാൽ ശേഷം പറയുന്നത് കളവായിരിക്കും. ഉസ്താദ് സുമ്മ വല്ലാഹി എന്ന് പറഞ്ഞാൽ അതിനുശേഷം പറയുന്നത് പച്ചക്കളവായിരിക്കും. ഇത് പറഞ്ഞത് സഖാഫിയാണ്, കാന്തപുരത്തിന്റെ ശിഷ്യനാണ്. അതുകൊണ്ട് തന്നെ അത് കൃത്യമാണ്. ഇപ്പോൾ ബാക്കി കേൾക്കാം. ഒരു 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വാതിലിനെ മുട്ടി വിളിക്കുന്നു. അപ്പോൾ നോക്കുമ്പോൾ ഇവിടെ ഒന്നായിട്ട് കീറിയിട്ട് ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. ഇനി എന്തിനാണ് യൂനാനി ചികിത്സക്ക് മർക്കസിലെ കോളേജിലേക്ക് പോകുന്നത്? ഇങ്ങനെ ഈ പറയുന്ന അയിലക്കാടുള്ള ജാറത്തിൽ കൊണ്ടുപോയി ആ മക്കാമിന്റെ ഉള്ളിലിട്ട് അങ്ങോട്ട് പൂട്ടിക്കഴിഞ്ഞാൽ ഒരു 3 മണിക്കൂറൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ രീതിയിൽ ഓപ്പറേഷൻ ചെയ്ത് മരണപ്പെട്ടു എന്ന് പറയപ്പെടുന്ന പെണ്ണിനെയാണ് ജീവൻ വെപ്പിച്ചുകൊണ്ട് പുറത്തേക്ക് കൊണ്ടുവന്നിരുന്നത്. നിങ്ങൾ നോക്കണം, പൂർണ്ണ ഒരു ആരോഗ്യവാനായിക്കൊണ്ട് പെണ്ണ് നടന്നിട്ട് വരികയാണ്. നേരത്തെ വന്ന കാറൊക്കെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ബാക്കി കൂടി കേൾക്ക്. അങ്ങനെ നമ്മൾ വെറുതെ അങ്ങ് പോയിക്കൂടല്ലേ, കാന്തപുസ്തകല്ലേ,
മഹാനവറുകളല്ലേ, ഔലിയാക്കളെ മുഷാവറയിലെ പ്രധാനിയല്ലേ, ചിറ്റടിമീത്തൽ അബൂബക്കർ മുസ്ലിയാർ മലക്കുകളെ പോലും സംരക്ഷണത്തിന് വേണ്ടി ഇറക്കിയ വ്യക്തിത്വമല്ലേ. അങ്ങനെയുള്ള മഹാനവറുകൾ പറയുന്ന കഥയാണ്. അതുകൊണ്ട് തന്നെ മഹാനവറുകളുടെ ഓരോ വാക്കുകളും അതിസൂക്ഷ്മം നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. അത് എൻ്റെ അനുഭവം, വേറെ ആരും കേട്ടു പറഞ്ഞതൊന്നുമല്ല. ആ ഉസ്താദിന്റെ ബഹുമാനപ്പെട്ട അവറുകളുടെ അനുഭവമാണ്. അത് ആരെങ്കിലും പറഞ്ഞ കേട്ട അനുഭവമല്ല, അദ്ദേഹത്തിന്റെ നേർക്കുനേരെയുള്ള അനുഭവമാണ്. ഓപ്പറേഷൻ ചെയ്ത് സുഖമാക്കി ഇപ്പം അങ്ങോട്ട് പോയ കാറ് എല്ലാം വിട്ടതാണ്. അവിടെ നിങ്ങൾ വേറൊരു കാറ് വിളിച്ച് ആ കാറ് കിട്ടുന്നിടത്തൊക്കെ വരെ നടന്ന് സുഖമായിട്ട് മഹാനവറുകൾ ജാറത്തിലേക്ക് പോയി. അവിടെ ആ പെണ്ണിനെ കൊണ്ടുപോയി അടച്ചു. ഓപ്പറേഷൻ കഴിഞ്ഞു 3 മണിക്കൂറിന് ശേഷം പുറത്തേക്ക് വന്നു. അതല്ലാതെ മർക്കസിലെ യുനാനി മെഡിക്കൽ കോളേജിലേക്ക് പോയി എന്നല്ല പറഞ്ഞത്, ജാറത്തിലേക്ക് പോയി എന്ന് തന്നെയാണ് പറഞ്ഞത്. മക്കാമിലേക്ക് പോയി എന്ന് തന്നെയാണ് പറഞ്ഞത്. മക്കാമിൽ കൊണ്ടുപോയി പൂട്ടിയിട്ടു എന്ന് തന്നെയാണ് പറയുന്നത്. അതിൻ്റെ ഉള്ളിലേക്കാക്കി പൂട്ടിയിട്ടു എന്ന് തന്നെയാണ് പറയുന്നത്. ആ പൂട്ടിയിട്ട് 3 മണിക്കൂറിന് ശേഷം പുറത്തേക്ക് വരുന്ന, ഡോറ് മുട്ടിക്കൊണ്ട് പുറത്തേക്ക് വരുന്ന പെണ്ണിനെയാണ് ഓപ്പറേഷൻ ചെയ്തു എന്ന് പറയുന്നത്. കോഴിക്കോട് എത്തിയപ്പോൾ ടയർ പൊട്ടി, പിന്നീട് 100ഓളം നായകൾ ബ്ലോക്ക് ചെയ്തപ്പോൾ അതിനൊക്കെ നീക്കം ചെയ്തുകൊണ്ട് വന്ന ആ കാറുണ്ടല്ലോ, ആ കാറിനെ തിരിച്ചയച്ചു. ആ തിരിച്ചയച്ചത് കൊണ്ട് തന്നെ വേറൊരു കാറ് കിട്ടിയില്ല. പിന്നീട് കാറ് കിട്ടാൻ വേണ്ടി കുറച്ച് നടക്കേണ്ടി വന്നു. ഈ ഓപ്പറേഷൻ കഴിഞ്ഞ പെണ്ണ്, വലിയ രീതിയിലുള്ള ഓപ്പറേഷൻ കഴിഞ്ഞ പെണ്ണും ഇവരുടെ കൂടെ നടന്നു. ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. എന്നിട്ടോ ആ കാറിൽ സുഖമായി തിരിച്ചു പോന്നു. ഇത്രയും വലിയ കറാമത്ത് നമ്മുടെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അങ്ങനെ ഈ കറാമത്തിന് ശേഷം വേറൊരു കറാമത്തുണ്ട്. അതും ചില്ലറക്കാരനല്ല പറയുന്നത്, വലിയ മഹാനവറുകൾ തന്നെയാണ്. അദ്ദേഹത്തിന്റെ കറാമത്തിലേക്ക് കടക്കുക. കുത്തുബുൽ എന്ന് വെറുതെ അങ്ങ് പറയല്ല. അപ്പോ ഈ വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോ വണ്ടി ഒരു ബ്ലോക്കിൽ പെട്ടു. നേരത്തെ വലിയ മഹാനവറുകൾ പറഞ്ഞത് ടയർ പൊട്ടിയ കഥകളാണ് എങ്കിൽ, നായ കുറുകെ നിന്ന കഥകളാണ് എങ്കിൽ, ഇപ്പോൾ നമ്മുടെ ചെറിയ മഹാനവറുകൾ പറയുന്നത് റോഡിൽ ബ്ലോക്കിൽ പെട്ടു എന്നാണ്. ആ മുമ്പത്തെ വണ്ടിയിൽ നിന്ന് പെരും കരച്ചിൽ കേൾക്കും. വണ്ടി ഇങ്ങനെ നിൽക്കല്ലേ, ഔസിയം വലുത് എവിടെ നിന്നാ കരയുന്നത്? ഭയങ്കര കൃപയാണ് മനസ്സിൽ. ഇപ്പോഴും അങ്ങനെ തന്നെ. അങ്ങനെ കരച്ചിൽ കേട്ടോ പറഞ്ഞു എവിടെ നിന്നാണ് കരയുന്നത്? അപ്പോ ആരോ പോയി നോക്കിയിട്ട് വന്നിട്ട് പറഞ്ഞു ആ വണ്ടിയിൽ ഒരു മയ്യത്തുണ്ട്, ആ മയ്യത്തിന്റെ ഉപ്പയാണ് കരയുന്നത്. ആ വണ്ടിയിൽ എന്തുണ്ട് എന്നാ പറഞ്ഞത്? ഒരു മയ്യത്തുണ്ട്, ആ മയ്യത്തിന്റെ ഉപ്പയാണ് കരയുന്നത് എന്ന് ആരോട് പറഞ്ഞു? ഔക്കർ മൊയ്ലാർ ഖാനോട് പറഞ്ഞു. അവസിയം വലുത വണ്ടിയിൽ നിന്ന് ഇറങ്ങി, കയ്യിലൊരു കൊടയുണ്ട്. അപ്പൊ എന്താ സംഭവം? അയാളുടെ മകൻ തലകീഴായി വീണുപോയി. അങ്ങനെ കഴുത്ത് പൊട്ടി, കഴുത്തിന്റെ എല്ല് പൊട്ടി മരിച്ചുപോയി. ആ മയ്യത്ത് കൊണ്ടുപോകുന്ന വണ്ടിയിലാണ് ആൾ ഇരുന്ന് കരയുന്നത്. മയ്യത്ത് കൊണ്ടുപോകുന്ന വണ്ടിയിലാണ് ഈ ആളിരുന്ന് കരയുന്നത്. തലകീഴായി വീണ് കഴുത്തൊടിഞ്ഞ് മരണപ്പെട്ട കുട്ടിയുടെ പിതാവ് കരയുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ചിറ്റടിമീത്തൽ അബൂബക്കർ മുസ്ലിയാരെ ഒരു കൊടയും എടുത്ത് പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത്. ഇനി മഹാനവറുകളുടെ കലാപരിപാടികളാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. ആംബുലൻസ് എന്താ എനിക്കറിയില്ല. അപ്പൊ സീവലുള്ളായി ചെന്നിട്ട് ഈ വണ്ടിയുടെ പുറത്തുള്ള ഓട്ടയിൽ കൂടാണോ എങ്ങനെ ആവും, ഇനി വാതിൽ തുറന്നാണെന്നോ ഈ മയ്യത്തിനെ ഈ കൊട കൊണ്ട് ഇങ്ങനെ കുത്തിക്കൊണ്ട് എഴുന്നേൽക്ക് പോനെ, എഴുന്നേൽക്ക് എഴുന്നേൽക്ക്, മയ്യത്താണ് കൊണ്ടോണ്, എഴുന്നേൽക്ക് 3 പ്രാവശ്യം പറഞ്ഞപ്പോഴേക്കും അയാൾ എഴുന്നേറ്റിരുന്നു. മരിച്ചാള് ജീവിച്ചു. കേട്ടില്ലേ? ഒന്ന് തക്ബീർ ചൊല്ലിയൻ, എല്ലാവരും ഒന്ന് ആവേശത്തിൽ തക്ബീർ ചൊല്ലിയൻ. മരിച്ചവർ ജീവിച്ചു. ഉസ്താദ്, അതായത് ചിറ്റടിമീത്തൽ അബൂബക്കർ മുസ്ലിയാർ കൊട കൊണ്ട്, ഏതിലെയോ കൊട കൊണ്ട്, ചിലപ്പോൾ ഡോർ തുറന്നിട്ടാകാം, ചിലപ്പോൾ അതിന്റെ ഗ്ലാസിന്റെ ഇടയിലൂടെ ആകാം, എങ്ങനെയോ, ഇനി അതിന് വല്ല ഓൾസ് ഉണ്ടെങ്കിൽ അതിലൂടെ ആകാം, എങ്ങനെയോ മരണപ്പെട്ട് കിടക്കുന്ന കുട്ടിയെ കൊട കൊണ്ട് തട്ടിക്കൊണ്ട് എണീക്ക് മോനെ, എണീക്ക് മോനെ എന്ന് പറഞ്ഞപ്പോൾ, അത് 3 തവണ പറഞ്ഞപ്പോൾ കുട്ടി അതാ എണീക്കുന്നു. മഹാനവരുടെ കറാമത്താണ്. മരണപ്പെട്ട വ്യക്തിയെ എണീപ്പിച്ചു ചിറ്റടിമീത്തൽ അബൂബക്കർ മുസ്ലിയാർ. ഇനിയോ അടുത്ത കഥയിലേക്ക് പോകാം. കൊടുവള്ളി ഭാഗത്തുള്ള അമ്പലക്കണ്ടി അബ്ദുൽ അസീസ് മുസ്ലിയാർ, അദ്ദേഹത്തിന്റെ ഭാര്യ രോഗമായി മെഡിക്കൽ കോളേജിലാണ്. മെഡിക്കൽ കോളേജിൽ പല ദിവസം അവിടെ ചികിത്സയിലാണ്. അവസാനം അവിടെ നിന്ന് അവർ മരണപ്പെടുന്നു. ഡോക്ടർമാർ മാറി മാറി വന്ന് പരിശോധിക്കുന്നു. മെഡിക്കൽ കോളേജിൽ നിന്നാണിത്. എത്ര ഡോക്ടർമാർ അവിടെ ഉണ്ടാവും? മെഡിക്കൽ കോളേജിലല്ലേ വിദഗ്ധന്മാരുണ്ടാകുക? പൂക്കോട്ടുംപാടം നമ്മുടെ ഉള്ള ചില ഹോസ്പിറ്റലിൽ നിന്നൊക്കെ പ്രയാസം ഉണ്ടായാലും കോഴിക്കോട് മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജ്, അങ്ങോട്ടല്ലേ നമ്മൾ എഴുതുന്ന ഡോക്ടർമാർ. കാരണം വലിയ കഴിവുള്ള പ്രഗത്ഭന്മാരായ ഡോക്ടർമാർ അവിടെ ഉണ്ടാകും. കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ്. അവിടെ നിന്ന് ഡോക്ടർമാർ മാറി മാറി നോക്കി. അവരെ മെഷീനുകളും മറ്റതൊക്കെ വെച്ച് പരിശോധിച്ചു. ഈ സ്ത്രീ മരിച്ചിരിക്കുന്നു, അവർക്ക് 100% ബോധ്യമായി. അന്നത്തെ നിയമം അനുസരിച്ച്
ചുവപ്പ് പേന കൊണ്ട് മഷി കൊണ്ടത് എഴുതി വെച്ചു, ചുവപ്പ് മഷിയിൽ എഴുതി വെച്ചു. ഡെഡ് ബോഡിയാണ്. അബ്ദുൽ അസീസ് മുസ്ലിയാരുടെ ഭാര്യ മരിച്ചിട്ടുണ്ട്. കോഴിക്കോട് ഇടിയങ്ങരയിൽ മൂപ്പന്റെ വീട്ടിൽ കിടക്കുന്ന ശൈഖുനയുടെ പരിസരത്തിലേക്ക് അബ്ദുൽ അസീസ് മുസ്ലിയാർ വന്നു. വിശദമായ സംഭവമാണ്. വിഷമം പറഞ്ഞപ്പോൾ ശൈഖുന പറഞ്ഞു, ഞാൻ അങ്ങോട്ട് വരാം. അംബാസിഡർ കാർ കൊണ്ടുവന്നു. ശൈഖുന അതിൽ കയറി കോളേജിലേക്ക് ചെന്നു. അവിടെ ഗേറ്റ് അടച്ചിരിക്കുകയാണ്. ശൈഖുന പാറാവുകാരനോട് ചോദിക്കും, ഗേറ്റ്മാനോട്, എന്താണ് ഇതിവിടെ ഇങ്ങനെ അടച്ചിരിക്കുന്നത്, തുറക്കൂ. അയാളൊന്നും പറഞ്ഞില്ല. ആ വാക്കിന്റെ പൊരുൾ, അതിന്റെ ഗാംഭീര്യം അയാൾക്ക് തോന്നി ഇതൊരു സാധാരണ കൽപ്പനയല്ല. പെട്ടെന്ന് തുറന്നു കൊടുത്തു. ശൈഖുന മുന്നോട്ട് കയറി ഈ സ്ത്രീയുടെ മയ്യത്തിന്റെ അരികെ ചെന്ന് ശൈഖുന പറയുകയാണ്, കണ്ണു തുറക്കൂ. നേരത്തെ കൊടകൊണ്ടാണ് കുത്തിപ്പറഞ്ഞതെങ്കിൽ ഇവിടെ നേർക്ക് നേരെ മുന്നിൽ വന്ന ഒരു സ്ത്രീയോട് പറയുകയാണ്, മരണപ്പെട്ട് കിടക്കുന്ന സ്ത്രീയോട് പറയുകയാണ്, കണ്ണു തുറക്കൂ. ഇനി എന്താണ് സംഭവിക്കുന്നത്? നോക്കൂ നിങ്ങൾ, കണ്ണു തുറക്കലാണല്ലോ ജീവൻ വരുന്നതിന്റെ അടയാളം. ശൈഖുനയുടെ സംസാരത്തോടുകൂടി കണ്ണു തുറന്നു. കണ്ണു തുറന്നു. ആ സ്ത്രീ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ഡോക്ടർമാർ അന്താളിച്ചു പോയി. ഡോക്ടർമാർ അന്താളിച്ചു പോയി. കണ്ണു തുറന്നു. ആ സ്ത്രീ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. മരണപ്പെട്ടു എന്ന് ഡോക്ടർമാർ വിധിയെഴുതിയ ഒരു പെണ്ണിനെ ജീവൻ വെപ്പിച്ച കഥയാണ് ഈ പറയുന്നത്. ഞെട്ടിയില്ലേ? അതും ചിറ്റടിമീതൽ അബൂബക്കർ മുസ്ലിയാർ. ആരാണ്? കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ നിയന്ത്രിക്കുന്ന, കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ വിയർപ്പിന്റെ അസുഖം മാറ്റിക്കൊടുത്ത, കാന്തപുരം അബൂബക്കർ മുസ്ലിയാർക്ക് മലക്കുകളെ വെച്ച് പ്രൊട്ടക്ഷൻ നൽകിയ അങ്ങനെയുള്ള മഹാനവറുകളുടെ കറാമത്താണ് ഈ പറയുന്നത്. ആ സംഭവം മെഡിക്കൽ കോളേജിൽ നിന്നായത് വലിയ സംഭവം. അത് ഏതോ ഹെൽത്ത് സെന്ററിൽ നിന്നാണെങ്കിൽ എതിരാളികൾക്ക് പറയാം, ആ പെണ്ണിനെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയേക്കാണെങ്കിൽ ചിലപ്പോൾ ജീവുണ്ട് എന്ന് പരിശോധനയിൽ ബോധ്യപ്പെടുമായിരുന്നു. ഇത് മുന്തഹൽ ജമ്മിലാണ്, അങ്ങേ അറ്റാ നിൽക്കുന്നത്, ഒരു നിവൃത്തിയില്ല. ഇങ്ങനെ വലിയ അധികാര പദവി തെളിയിച്ചവരാണ് ശൈഖുന മടവൂർ. കണ്ട, വല്ല ക്ലിനിക്കിലും ആണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ന്യായം പറയട്ടേനും. ഇത് മെഡിക്കൽ കോളേജിൽ തന്നെ ആയിപ്പോയി. അത് ഏറ്റവും ടോപ്പിലായിപ്പോയി. സകല വിദഗ്ധന്മാരായ ഡോക്ടർമാരും പരിശോധിച്ചതാണ്. മരണം ബോധ്യപ്പെട്ട് ഉറപ്പിച്ച് തറപ്പിച്ച് പറഞ്ഞതാണ്. പിന്നീടാണ് ചിറ്റടിമീത്തൽ അബൂബക്കർ മുസ്ലിയാരുടെ വിവരമറിയുകയും കടമറ്റത്ത് കത്തനാറുടെ കഥ പറഞ്ഞതുപോലെ എങ്ങനെ വരികയും എന്നിട്ട് ജീവൻ കൊടുക്കുകയും എണീപ്പിക്കുകയും ഒക്കെ ചെയ്തത്. അങ്ങനെയുള്ള മഹാൻ അവറുകളൊക്കെ ഉള്ള സമസ്ത കൂടാരത്തിൽ നിന്നാണ് നമുക്ക് ഹക്കീം അസ്ഹരിയിൽ നിന്ന് ഇങ്ങനെ ഒരു കഥ കേൾക്കുന്നത്. യുനാനി ചികിത്സയിൽ പോലും മരണപ്പെട്ട ആളുകളെ ജീവിപ്പിക്കുന്നുണ്ട് എന്നുള്ള, അതായത് ശരീരം പൂർണ്ണമായും മരണപ്പെട്ടു, ആത്മാവ് മാത്രമുണ്ട്, ഘട്ടം ഘട്ടമായി 3 മാസം കൊണ്ട് ജീവൻ തിരിച്ചു കൊടുത്തു. അയാൾ എണീറ്റ് ഓടിമല അങ്ങ് നടന്നു പോകുന്നത് ഹക്കീം അസ്ഹരി കണ്ടു എന്നാ പറയുന്നത്. എവിടെയോ കാന്തപുരം നേരിട്ട് കണ്ട അനുഭവമാണ് പറയുന്നത്. ഇവിടെ പകരയോ പകരം വെക്കാൻ പോലും ഇല്ലാത്ത കഥകളാണ് പറഞ്ഞു തന്നത്. പിന്നെ നീർക്കോലിയോ നിവർന്നു നിന്നുകൊണ്ടാണ് പറഞ്ഞു വെച്ചത്. ഇനി ഒരു കഥയും കൂടിയും കേട്ട് നമുക്ക് നിർത്താം. ഒരു പാവപ്പെട്ട ഉമ്മ, ആ ഉമ്മ തന്റെ മകന് വല്ലാത്ത രോഗം വന്നു, പ്രയാസം വന്നു, വലിയ ലോകം കലുഷമായി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടർ പറഞ്ഞു രക്ഷയില്ല, ഏറിയാൽ ഒരാഴ്ച. വലിയൊരു മുറിവ് കഴുത്തിന്റെ ഭാഗം. ഒരു 6-7 വയസ്സുണ്ടാവും, ചെറിയ മകൻ. ആ ഉമ്മ എന്ത് ചെയ്തു? നേരെ ഉപ്പാപ്പ അടുത്ത് പോയി. ഡോക്ടർമാര് വിട്ട കേസാണ്. അമ്പങ്ങൊന്ന് വീരാനും പാപ്പന്റെ അടുത്ത് പോയി. പോട്ട് പറയുന്നു, ഉപ്പാപ്പ, ഡോക്ടർമാര് പറഞ്ഞതാണ്, എനിക്ക് എന്റെ കുഞ്ഞിനെ വേണം, എനിക്കങ്ങോട് പറ്റുന്നില്ല, മനസ്സിനങ്ങോട്ട് ചിന്തിച്ചിട്ടൊരു സമാധാനമില്ല എന്ന് പറഞ്ഞു. ഉപ്പാപ്പ ഒന്നും മിണ്ടിയില്ല. എനിക്കെന്റെ കുട്ടിയെ വേണം ഉപ്പാപ്പ എന്ന് പറഞ്ഞു. രണ്ടാമതും പറഞ്ഞു, ഉപ്പ ശ്രദ്ധിച്ചില്ല. മൂന്നാമതും പറഞ്ഞു, എനിക്കെന്റെ മോനെ വേണം ഉപ്പാപ്പ എന്ന് പറഞ്ഞു. മൂപ്പര് പറഞ്ഞു, മരിക്കും, മരുന്നും കൊണ്ടുവരും. ഇനി ആവർത്തി ചോദിക്കുന്ന അദബുകേടാണ്. കാരണം ഒരു വാക്ക് പറഞ്ഞു കിട്ടി, മരിക്കും മരുന്നും കൊണ്ടുവരും, പക്ഷെ ഒന്നും പിടുത്തം കിട്ടിയില്ല. ഈ ഉമ്മ കുഞ്ഞിനെ, രോഗിയായ കുഞ്ഞിനെയും വാരിയെടുത്ത്, വലിയ മുറിവുള്ള ആ കുഞ്ഞിനെയും വാരിയെടുത്ത് വീട്ടിൽ പോയി. സുബ്ഹാനല്ലാഹ്. ആ പൊന്നുമോൻ തുച്ഛമായ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ആള് മരിച്ചു. പള്ളിയിൽ വിളിച്ചു പറഞ്ഞു. ആളുകളൊക്കെ വീട്ടിലേക്ക് വന്നു. കുട്ടിയായതുകൊണ്ട് കൂടുതൽ ആളുകൾ വന്നു. ഖബർ ശരിയായി. മയ്യത്ത് നിസ്കാരത്തിനുള്ള സമയമായി. മയ്യത്ത് കുളിപ്പിച്ചു. മയ്യത്ത് കഫം പൊതിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കഫം പൊതിഞ്ഞു തീർന്നപ്പോൾ മഹാനായ അബ്ദുർ റസാഖ് മസ്താൻ നവ്വറല്ലാഹു മർഖദ കണിയാപുരം ഞങ്ങൾ ആ വീട്ടിലേക്ക് ചെല്ലുകയാണ്. എന്താണ് അവിടെ ആള് കൂടിയിരിക്കുന്നത് ചോദിച്ചു. പാപ്പ വെച്ചു, കുട്ടി മരിച്ചാണ്, മയ്യത്തെടുക്കാൻ സമയമായി പാപ്പ. ഒരു ബഹളാണ്. നേരിട്ട് കണ്ടവർ പറഞ്ഞിട്ട്
മൊത്തമാണ്. ആര് പറഞ്ഞാ മരിച്ചെന്ന് ചോദിച്ചു. എല്ലാരും ഞെട്ടിപ്പോയി. എവിടെടാ മയ്യത്തെന്ന്? അകത്തിരിക്കാൻ. കഫം പൊതിഞ്ഞു വെച്ച മയ്യത്തിന്റെ പുറത്ത് 2 അടി കൊടുത്തിട്ട് പറഞ്ഞു എഴുന്നേറ്റ് പോടാന്ന് പറഞ്ഞു. എഴുന്നേറ്റ് പോടാന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, മയ്യത്തിന്റെ കഫം പുട മാറ്റി ഉറക്കിൽ നിന്നും എഴുന്നേൽക്കുന്നത് പോലെ ആ കുട്ടി അതാ പുറത്തു വരികയാണ്. അന്ന് ആ കുട്ടിയായിരുന്ന ആള്, എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് മലപ്പുറം ജില്ലയിൽ മഞ്ചേരിയിൽ പയ്യനാട് പോകുന്ന റോട്ടിൽ അവിടുന്ന് ലെഫ്റ്റിലേക്ക് റോഡുണ്ട്, ചെറുകുളം ഗേറ്റുണ്ട്, അങ്ങോട്ട് ചെന്നാൽ കാണാം അവിടെ ഒരു വീട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഏതാണ്ട് എന്റെ ഒരു ഓർമ്മയിൽ ഒരു 60-65 വയസ്സുണ്ടാവും. ആ മനുഷ്യൻ ഇന്നും ഹയാത്തിലുണ്ട്. സംശയമുള്ളവർക്ക് എന്റെ സൗകര്യം നോക്കി എന്നെയും കൂടെ കൊണ്ടുപോയി എന്നെ വിളിച്ചുകൊണ്ട് പോയി എനിക്ക് വല്ല വെള്ളമൊക്കെ മേടിച്ച് തന്ന്, വിശക്കുമ്പോൾ ഭക്ഷണമൊക്കെ തന്ന്, ഞാൻ പറയുന്നിടത്ത് വണ്ടി ചവിട്ടി നിസ്കരിച്ച് റാഹത്തായി പോയാൽ എന്ത് ചെയ്യാം? ആളിനെ ഞാൻ കാണിച്ചു തരാം. അല്ല എന്റെ പൈസ ചിലവൊക്കെ നിങ്ങളെ കൊണ്ടുപോയി ഈമാൻ കൊള്ളിക്കേണ്ട കാലമൊക്കെ കഴിഞ്ഞു പോയാ. അതുകൊണ്ട് അത് ഇതൊരു വല്ലാത്ത ഭയം തന്നെ, ഇല്ലാത്ത കഥ വല്ലാണ്ട് പൊലിപ്പിച്ച് സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞു വെച്ചത്. ഈ രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ മുസ്ലിയാക്കന്മാർ സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. കറാമത്ത് എന്ന പേരിലും മഹത്വം എന്ന പേരിലും ഇവരുടെ മക്കാമുമായും ജാറവുമായും ബന്ധപ്പെടുത്തിക്കൊണ്ട് അതിന്റെ പബ്ലിസിറ്റിക്ക് വേണ്ടി ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വെച്ചു. ആ ഒരു ലാഘവത്തോടെയാണ് ഹക്കീം അസേരി എന്ന് പറയുന്ന ഇന്റർനാഷണൽ ബിസിനസ്മാൻ അദ്ദേഹത്തിന്റെ മർക്കസിൽ യൂനാനി കോളേജുമായി ബന്ധപ്പെടുത്തി അതിന്റെ പബ്ലിസിറ്റിക്ക് വേണ്ടി ഇങ്ങനെ ഒരു കഥ പറഞ്ഞു വെച്ചത്. അതെടുത്ത് വെച്ചുകൊണ്ടാണ് അബ്ദുൽ നാസർ എന്ന് പറയുന്ന സഹോദരൻ സംസാരിച്ചത്. അതോടെ മുസ്ലിയാക്കന്മാർ കലിപ്പിലായി. മുസ്ലിയാക്കന്മാരെ ഇതെല്ലാം കൂടി ഒന്ന് വെളുപ്പിച്ച് കാണിച്ച നിങ്ങൾ എന്തൊക്കെ പറയുമെന്ന് ഞങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടിയാണ്. ഇനി ഈ ക്ലിപ്പൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മുറിച്ച് എന്തൊക്കെ ആക്കി തീർത്തിട്ടുണ്ട്, ഇതിന്റെ ബാക്കി ഇങ്ങനെയൊന്നുമല്ല എന്നൊക്കെയാണ് എങ്കിൽ അതിന്റെ പൂർണ്ണ രൂപം കൂടി ഒന്ന് കാണിച്ചു തന്നെ. നിങ്ങളുടെ ആളുകൾ കെട്ടിപ്പൊക്കിയ സ്റ്റേജിന്റെ മുകളിൽ നിന്ന് നിങ്ങളുടെ ആളുകൾ പെർമിഷൻ എടുത്ത മൈക്കിലൂടെ നിങ്ങളുടെ ആളുകൾക്ക് മുന്നിൽ നിങ്ങളുടെ നേതാവ് വിളിച്ചു പറഞ്ഞ കാര്യങ്ങളാണ് നിങ്ങളുടെ ആളുകൾ തന്നെ വീഡിയോ റെക്കോർഡ് ചെയ്ത് നിങ്ങളുടെ ചാനലിലൂടെ പുറത്തേക്ക് വിട്ട കാര്യമാണല്ലോ ഇതൊക്കെ. അതുകൊണ്ട് നിങ്ങൾ അതിന്റെ ബാക്കി ഭാഗങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ഒന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കുക. വഹാബികൾ കട്ടുമുറിച്ചതാണ്, ജനങ്ങളെ കബളിപ്പിക്കുന്നതാണ്, മമ്പറന്തങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ ചിറ്റളമീത്തൽ അബൂബക്കർ മുസ്ലിയാരെ കുറിച്ചും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ കുറിച്ചും അങ്ങനെ നമ്മുടെ മഹാരഥന്മാരായ നമ്മുടെ നേതാക്കന്മാരെ കുറിച്ചൊക്കെ വഹാബികൾ കട്ടുമുറിച്ച് തെറ്റിദ്ധരിപ്പിച്ചതാണ് എന്നൊക്കെ ഒന്ന് പറ. നമുക്ക് ഇവരുടെ മറുപടി പ്രതീക്ഷിക്കാം. നോക്കാലോ എന്തൊക്കെ പറഞ്ഞ് ഇവരെ ന്യായീകരിക്കുമെന്ന്. സഹോദരങ്ങളെ, മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.